ഗൾഫ് ഇൻസൈറ്റ് തുടരുന്നു. കടൽ കടന്ന് ഗൾഫ് നാടുകളിലെത്തിയവരിൽ നിരവധി കലാകാരന്മാരുണ്ട്. കേരളത്തിൻ്റെ തനത് കലകൾ സംരക്ഷിക്കാൻ ഇവരുടെ നേതൃത്വത്തിൽ പല കൂട്ടായ്മകളും സജീവമാണ്. 37 വർഷങ്ങൾക്ക് മുൻപ് UAE-യിലെത്തിയ തൃശൂർ സ്വദേശി വാവച്ചനാണ് ഇവരുടെയെല്ലാം ഊർജ്ജ സ്രോതസ്. ഈ കോളനിയിലെ സ്വർണ്ണമത്സ്യം ഏതാന്ന് വെച്ചാ അതെന്നെ ഇങ്ങോട്ട് ആയിക്കോട്ടെ. നമ്മുടെ സാറ് മനസ്സ് വെച്ചാലേ അത് നടക്കൂ. ഭഗവാൻ കയ്യിൽ തന്ന നിധി തട്ടിക്കളയില്ലേട്ടോ. കൊയ്തൊഴിഞ്ഞ വയലിലോ അമ്പലപ്പറമ്പിലോ എല്ലാം ഒരിക്കൽ സജീവമായിരുന്ന ദൃശ്യങ്ങളാണ് ഇത്. ആൾക്കൂട്ടത്തിനും ആരവങ്ങൾക്കും ഇടയിൽ ആടിത്തിമിർക്കുന്ന നടീനടന്മാർ. കൺമുന്നിലിരുന്ന് ഒരാൾക്കൂട്ടം ഉറ്റുനോക്കുമ്പോൾ നിമിഷാർദ്ധങ്ങളിലെ ഭാവപകർച്ചയിൽ കയ്യടി നേടിയിരുന്ന കലാകാരന്മാർ. കേരളത്തിൽ ഈ വംശം കുറ്റിയറ്റു തുടങ്ങുമ്പോഴാണ് മറുനാട്ടിൽ നാടകത്തെ സജീവമാക്കി നിർത്താൻ കുറെ കലാകാരന്മാർ ശ്രമിക്കുന്നത്. UAE തലസ്ഥാനമായ അബുദാബിയിലാണ് നാടക സംഘങ്ങൾ കൂടുതൽ സജീവം. ഇവർക്ക് പ്രോത്സാഹനം പകരുന്നത് 37 വർഷമായി മണലാരണ്യത്തിൽ ജീവിക്കുന്ന വാവച്ചനും. നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വന്ന സാക്ഷാൽ ഭഗവാൻ അങ്ങോട്ട് വെച്ചോളൂ. എന്താ കാരണം അവരെ സുഖം തന്നെയല്ലേ? അടിയന് സുഖാണ് അമ്ര. ദുഷ്മനല്ല വിഷ്ണു. ഒരു നല്ല ജീവിതം തേടിയാണ് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ വാവച്ചൻ 1973 അബുദാബിയിലെത്തുന്നത്. അന്നം തേടി എത്തിയതാണെങ്കിലും മനസ്സു നിറയെ നാടകവും പൂരപ്പറമ്പും ആൾക്കൂട്ടവുമെല്ലാം ഉണ്ടായിരുന്നു. മലയാളികളെ സംഘടിപ്പിച്ച് ഒരു സമാജം രൂപീകരിച്ചതോടെ നാടകത്തിനുള്ള ആദ്യ ബെൽ മുഴങ്ങി. അന്നത്തെ ഒരു അന്തരീക്ഷം ഗൾഫിൽ നോക്കണേ ഒരു 5 മണി 6 മണി കഴിഞ്ഞാൽ കഴിഞ്ഞുട്ടാ. ജോലിയൊക്കെ ശാന്തതയെ എല്ലാവരും വീടുകളിലെത്തലായി. അപ്പം എല്ലാവരും ഇതുപോലുള്ള ആക്ടിവിറ്റീസിനൊക്കെ പോകാനായിട്ട് നമുക്ക് സമയം കിട്ടും. നാടകോത്സവം ആദ്യം നടത്തി. അതിൽ തോപ്പിൽ ബാസിയുടെ കൈയും തലയും പുറത്തിടുന്ന നാടകം കളിച്ചു. അതിൽ ഞാൻ കണ്ടക്ടറുടെ റോള് കളിച്ചു. കൈയും തലയും പുറത്തിടരുത് എന്ന നാടകവും വാവച്ചന്റെ കണ്ടക്ടർ വേഷവും ഗൾഫിൽ കയ്യടി നേടി. നാടകത്തിന്റെ CD കണ്ടപ്പോൾ തോപ്പിൽ ഭാസി എഴുതിക്കൊണ്ടിരുന്ന പേന സമ്മാനമായി നൽകിയത് വാവച്ചന് ഇന്നും മറക്കാനാകില്ല. ആ പേന ഞാനിപ്പം എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷോർട്ട് കേസിൽ അത് വെച്ചിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നാടകകൃത്തുകളൊക്കെ എഴുതിയിരുന്ന പേനയൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ജീവിതത്തിൽ. വാവച്ചൻ ഗൾഫിലെത്തുന്നതിനും ഒരു കഥയുണ്ട്. വീട്ടിലെ പട്ടിണി മാറ്റാൻ ആദ്യം പുറപ്പെട്ടത് ബോംബെയിലേക്കാണ്. ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവിടെ അലഞ്ഞു തിരിയുമ്പോൾ നാടകം കൂടെയുണ്ടായിരുന്നു. ഈ നാടകക്കമ്പം കുട്ടിക്കാലത്തു തന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇന്നസെന്റും ഡേവിസ് കാച്ചപ്പള്ളിയുമെല്ലാമായിരുന്നു അന്ന് താരങ്ങൾ. നമ്മൾക്കൊന്നും അഭിനയിക്കാനുള്ള ചാൻസ് ഒന്നും അവിടെ ഇല്ല. ബാലനടൻ്റെ ഒക്കെ ഒരു തവണ വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ച് കയറ്റി നിർത്തി. പിന്നൊക്കെ കർട്ടൻ വലിക്കലും അവർക്ക് വേണ്ടിയിട്ട് കട്ടക്കാപ്പി ഇട്ട് കൊടുക്കുക, വീഡിയോ അടിച്ചു കൊടുക്കുക, ഈ ജോലിയൊക്കെയാണ് അന്നുണ്ടായിരുന്നു. പക്ഷെ നാടകം എനിക്ക് അന്ന് നല്ല ഒരു വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് നാടകം. അബുദാബിയിൽ അവതരിപ്പിച്ച കൈയും തലയും പുറത്തിടരുത് എന്ന നാടകം ഒരു തുടക്കമായിരുന്നു. തുടർന്ന് വിവിധ എമിറേറ്റുകളിലായി 22 നാടകങ്ങൾ അവതരിപ്പിച്ചു. പല നാടകങ്ങളും ഒന്നിലധികം വേദികളിൽ അരങ്ങേറി. ചക്രായുധം, ശത്രു, മാംസനിബദ്ധമല്ല രാഗം, കന്യാകുമാരിയിൽ ഒരു കടങ്കഥ തുടങ്ങിയവയെല്ലാം ഇതിൽ ചിലതു മാത്രം. തൃശൂരിലെ ചേരി പ്രദേശത്തിന്റെ കഥ പറയുന്ന ചേരി എന്ന നാടകത്തിലെ നമ്പൂതിരി വാവച്ചന് ഏറ്റവും പ്രശംസ നേടിക്കൊടുത്ത വേഷമാണ്. നമ്മുടെ കാഴ്ചപ്പാടില് രാജമ്മക്കുട്ടി 16-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണോ എന്നൊരു ശങ്ക. യവനം വന്നു തെച്ചിട്ടും വലുതായില്ല ചെറുപ്പം. പറ്റിയ മരുന്നുണ്ട്, ഞാൻ എടുത്തിട്ട് തരാം. എന്താണാവോ? കുറ്റമടിക്കുന്ന ചൂല്. എന്തിനാ? തന്റെ മുഖത്തടിക്കാൻ. ഓ, ഉഷ്ണം. മനസ്സിൽ വല്ലാത്ത വേദന തോന്നുന്ന നാളുകളിൽ അതിനനുസരിച്ചുള്ള കഥാപാത്രം ലഭിച്ചാൽ വാവച്ചന് കൂടുതൽ സന്തോഷമാകും. ഇക്കാര്യം ചിലപ്പോൾ സംവിധായകരോട് പറയാറുമുണ്ട്. അപ്പോൾ പ്രയാസങ്ങൾ നിറയുമ്പോൾ പ്രയാസങ്ങളായിട്ടുള്ള റോളുകൾ ഞാൻ എടുക്കാനായിട്ട് സമിതിയോട് സംസാരിക്കും. അത് നാടക ക്യാമ്പിൽ ചെല്ലുമ്പോൾ ഡയറക്ടർ നമ്മളോട് പറയും, ഇന്ന റോള് വാവച്ചന് എടുത്തോളൂ എന്ന് പറയുമ്പോൾ, സാറേ ഒരു സ്മോൾ റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിതാ ഒരു ദുഃഖകഥാപാത്രം ഒന്ന് കിട്ടിയ തിരക്കില്ല എന്ന് പറയും. കാരണം നമ്മൾ ആ മാസം മുഴുവനും വളരെ ഫീലിങ്ങിലായിരിക്കണം.
നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, നാട്ടിലേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു റോള് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ ഫീലിംഗ് റോൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ലയിച്ചു പോകും. വേഷപ്പകർച്ചകൾക്കിടെ ഒരു നർത്തകിയുടെ ജീവിതാവിഷ്കാരമായ ആദ്യ താളത്തിന്റെ രചനയും നിർവഹിച്ചു. ഒരിക്കൽ സ്ത്രീവേഷവും കെട്ടി. മനസ്സില്ലാ മന്ത്രിയാകാൻ എന്ന നാടകത്തിൽ ഹേമ തമ്പുരാട്ടിയായി വാവച്ചൻ വേദിയിലെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. എന്റെ സ്വാമി, ഞാൻ നിന്നോടത്ത് നിന്നൊന്ന് തുറച്ചു നോക്കിയാൽ മതി. എന്റെ സ്വാമി നിന്നോടത്തൊന്ന് മൂത്രമൊഴിക്കും. അയ്യേ, എന്തുള്ള മൂത്രമൊഴിക്കും. നാടകപ്രവർത്തനത്തിനിടെ വാവച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഫടികം ജോർജ് എന്ന് പിൽക്കാലത്ത് പ്രശസ്തനായ സാക്ഷാൽ ജോർജിനെ കണ്ടെത്തുന്നത്. അന്ന് അബുദാബി എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുകയായിരുന്നു ജോർജ്. ഏറെ നിർബന്ധിച്ച ശേഷമാണ് നാടകത്തിലെ പോലീസ് വേഷം കൈകാര്യം ചെയ്യാൻ ജോർജ് സമ്മതിച്ചത്. സമിതിക്ക് ഇങ്ങനെ അന്വേഷിച്ച് വന്ന് ഞങ്ങൾ എയർ ഇന്ത്യ ഓഫീസിൽ വന്നപ്പോഴാണ് വലിയൊരു മനുഷ്യൻ, വലിയൊരു ഫിഗറായിട്ടിരിക്കുന്നത്. അന്നാ നമുക്ക് ഇയാളെ തന്നെ പിടിക്കാമെന്ന് പറഞ്ഞു. ആളെ പിടിച്ച് വാസ്തവം പറയാന്ന് വെച്ചാൽ അന്ന് ജോർജേട്ടന് ഇതായിട്ട് ഒരു ബന്ധമില്ല. അഭിനയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അന്ന് ജോർജേട്ടൻ വെറുതെ ഒന്ന് വന്നാൽ മതി, നമ്മുടെ ആദ്യത്തെ സമിതിയാണ്, നമുക്ക് ഈ നാടകം പടയ്ക്കണം, കൊല്ലം ബേബിക്കുട്ടി സാറിൻ്റെ നാടകമാണ് ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫേമസ് നാടകമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ജോർജേട്ടനെ ഞങ്ങൾ കളിപ്പിക്കുകയത്. ഗൾഫിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ കലാപ്രവർത്തനത്തിന് സമയമില്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് തന്റെ ജീവിതമെന്ന് വാവച്ചൻ പറയുന്നു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയി ആലുക്കാസിൽ ജോലി ചെയ്യുന്ന വാവച്ചന് സ്ഥാപനത്തിന്റെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട്. ഈ പിന്തുണയുടെ പിൻബലത്തിൽ 3 സിനിമകളിലും വാവച്ചൻ അഭിനയിച്ചു. 7-ാം സൂര്യൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഡയമണ്ട് നെക്ലേസ്. എന്നാൽ സിനിമയെക്കാളും വാവച്ചന് ഇഷ്ടം നാടകം തന്നെയാണ്. കൺമുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കണ്ടുകൊണ്ട് വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഹരം ഒരിക്കലും വെള്ളിത്തിരയിൽ കിട്ടാറില്ല. ഗൾഫ് ഇൻസൈറ്റിൽ ഒരിടവേള കൂടി.